പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ ഒരു ചിന്ത എനിക്ക് കിട്ടി. ഞാനിപ്പോൾ ഒരു ഭവനത്തിൽ വന്നതാണ്. അവിടെ വെച്ചാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അഗ്നിയാൽ നാം ഓരോരുത്തരും ഉറകൂട്ടപ്പെടും. നോക്കുക, ഉറ നഷ്ടപ്പെട്ടു പോയവരാണോ നമ്മൾ? എങ്കിൽ നമുക്ക് അഗ്നിയാലാണ് ഉറകൂട്ടപ്പെടുന്നത്. അഗ്നി പൊള്ളുന്നതാണല്ലേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിത പ്രതിസന്ധികൾ ചിലപ്പോൾ പൊള്ളുന്നവയായിരിക്കാം. എന്നാൽ ഒന്നോർക്കണം, ഒരു മിനിസ്ട്രിയാണ് ഇവിടെ നടക്കുന്നത്. നിന്നെ പൊള്ളലേൽപ്പിക്കുന്നതല്ല ആ മിനിസ്ട്രി ചെയ്യുന്നത്, മറിച്ച് നിന്നിലെ ഉറ കൂട്ടുകയാണ്. സ്നേഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള ഉറ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണം. അതുകൊണ്ട് വിപരീതങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ വൈ മീ എന്ന് ചോദിക്കാതെ, ഇത് എന്നിലൊരു മിനിസ്ട്രി നടത്താൻ ആവശ്യമായ ശക്തിക്ക് എന്നെ ഉറ കൂട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. സ്വർണം അഗ്നിയിലല്ലേ ശുദ്ധി ചെയ്യുന്നത്? ഇതുപോലെ നിന്നെയും സ്വർണം ആണ്, നീയും സ്വർണമാണ്. അതുകൊണ്ട് നിന്നെ അഗ്നിയിൽ ശോധന ചെയ്യുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ കിട്ടട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. അഭിഷേകമായി അനുദിനവും അരൂപിയെ